അപ്പോൾ നമുക്ക് ഇനി വണ്ടിപ്രാന്തരായ ഒരു ഡോക്ടറെ പരിചയപ്പെടാം. ഓഫ് റോഡ് ട്രാക്കുകളിൽ നേട്ടങ്ങൾ കരസ്ഥമാക്കിയ പെരിന്തൽമണ്ണ സ്വദേശിയായ ആയുർവേദ ഡോക്ടർ ഫഹദ്. റെയിൻ ഫോറസ്റ്റ് ചലഞ്ചിൽ പങ്കെടുത്ത് കേരളത്തിലേക്ക് 1ാം സ്ഥാനം എത്തിച്ച ഡോക്ടർ ഫഹദിന്റെ റൈഡിംഗ് വിശേഷങ്ങൾ അറിയാൻ സമീർ ബിൻ കരീമിന്റെ കൂടെ നമുക്കും ഒരു റൈഡ് പോയിട്ട് വരാം. റൈഡിംഗ് റിപ്പോർട്ടർ എന്ന് ഒരു റൈഡറെ പരിചയപ്പെടുത്താനാണ് ഇന്ന് പോകുന്നത്. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി ഡോക്ടർ ഫഹദ്. പ്രൊഫഷൻ കൊണ്ട് ആളൊരു ഡോക്ടറാണ്, പക്ഷെ പാഷൻ കൊണ്ട് ആളൊരു ഓഫ് റോഡ് റൈഡറാണ്. ലോകത്ത് തന്നെ ഏറ്റവും ടഫസ്റ്റ് ഓഫ് റോഡ് കോമ്പറ്റീഷനായ ഗോവയിൽ നടന്ന മത്സരത്തിൽ ചാമ്പ്യന്മാരാണ് ഈ ഫഹദും സംഘവും. നമുക്ക് ഒരു ഓഫ് റോഡ് വാഹനത്തിൽ തന്നെ ഫഹദിനെയും ടീമിനെയും ഒന്ന് പരിചയപ്പെടാം. ഞാൻ ഡോക്ടർ മുഹമ്മദ് ഫഹദ്. ഡോക്ടർ എന്നുള്ള ടാഗ് എൻ്റെ മുമ്പിലുള്ളത് ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. ഇതിന് പുറമെ ഞാൻ ഇതിന് മുമ്പിൽ നിൽക്കുന്നത് എൻ്റെ പാഷൻ എൻ്റെ പിന്നാലെ ഞാൻ പോയതുകൊണ്ടാണ്. ഈ പ്രൊഫഷൻ കഴിഞ്ഞിട്ടുള്ള ബാക്കി സമയം ഞാൻ ചിലവഴിക്കുന്നത് ഓഫ് റോഡിങ്, അതായത് 4 വീൽ വണ്ടികൾ കൊണ്ടുള്ള ഓഫ് റോഡ് ട്രെയിലുകൾ ഓടിക്കുന്നതിലാണ്. അത് ഒരു കാലത്ത് ഫൺ ഡ്രൈവ് പോലെ ആയിട്ട് തുടങ്ങി, വെറുതെ ഒരു രസത്തിന് വേണ്ടി ഒരു ജീപ്പ് എടുത്ത് ഓടിക്കാൻ തുടങ്ങിയതാണ്. അങ്ങനെ ഒരു താറ് വാങ്ങിച്ച് കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ. അതുകൊണ്ട് ഇങ്ങനെ ഓഫ് റോഡ് ഈ മറ്റു വണ്ടികൾ കയറാത്ത സ്ഥലങ്ങളിൽ കൂടെ ഓടിച്ച് കയറ്റി തുടങ്ങി. പിന്നെ പയ്യെ കോമ്പറ്റീഷൻ കാണാൻ പോയി തുടങ്ങി. അങ്ങനെ കോമ്പറ്റീഷൻ കണ്ട് ഹരം വന്ന് ഒരു ഇവൻ്റ് നടത്താൻ എനിക്ക് ഭാഗ്യം കിട്ടി. എന്നെ കോളേജിൽ പഠിപ്പിച്ചൊരു സാറ് എന്നോട് നടത്താൻ പറഞ്ഞു. 2015 ഒരു ഓഫ് റോഡ് മത്സരം ഞാൻ കോതമംഗലം, എറണാകുളം ജില്ലയിൽ കോതമംഗലത്ത് ഭൂതത്താംകെട്ട് ഡാമുണ്ട്, അതിൻ്റെ ഒരു റിവർ ഫെസ്റ്റ്, ഡാം ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവൽ ഓണത്തോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. ആ ഇവൻ്റ് ഞങ്ങളാണ് നടത്തിയത്. എൻ്റെ സാറ് പറഞ്ഞിട്ട് എനിക്ക് പരിചയമുള്ള എൻ്റെ 2 ഓഫ് റോഡ് ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് ഞാൻ ആ ഇവൻ്റ് നടത്തി. ഇവൻ്റ് നടത്തിയപ്പോഴാണ് ഇതിൽ ഇത്ര ഹരമുണ്ടെന്നും വണ്ടി ഇങ്ങനെയൊക്കെ ഓടിക്കാമെന്നും മനസ്സിലായത്. അങ്ങനെ അന്ന് മുതലേ ഞാൻ കോമ്പറ്റീഷൻ ഓടിച്ചു തുടങ്ങി. 2015 മുതൽ ഉള്ള എല്ലാ കോമ്പറ്റീഷനും ഞാൻ പോയി മത്സരിക്കും, കേരളത്തിൽ നടക്കുന്ന എല്ലാ കോമ്പറ്റീഷനുകളും. അന്ന് മത്സരിച്ചിരുന്ന എൻ്റെ കയ്യിലുണ്ടായിരുന്ന താറ് കുറച്ചൊക്കെ മോഡിഫൈ ചെയ്ത് അത് വെച്ചായിരുന്നു. പിന്നീട് ആ താറ് കൊണ്ട് ഓടിച്ച് അത്യാവശ്യം എന്നെ കൊണ്ട് കഴിയും എന്നുള്ളൊരു ലെവലിലെത്തിയിട്ടും ഞാൻ ഓടിച്ച് ജയിക്കാതായി. മത്സരത്തിൽ പങ്കെടുക്കുന്നതായിരുന്നു ആദ്യത്തെ പരിപാടി. പിന്നെ ആഗ്രഹങ്ങളായി പോഡിയത്തിലേക്ക് കയറാൻ, ജയിക്കാൻ. അങ്ങനെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ വണ്ടിയും കൊണ്ട് എന്നെ കൊണ്ട് പോഡിയത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല, അത് ട്രോഫി അടിക്കാൻ പറ്റുന്നില്ല. പിന്നെ എല്ലാ ഇവൻറ്റുകളും ഓടിയത് കൊണ്ട് എൻ്റെ ഭാഗ്യത്തിന് അവിടെ ഇവിടെയും ഓടിയാതെയും മുറിയാതെയും ഓടിച്ച് മൊത്തം 3 ട്രോഫി എങ്ങാണ്ടാണ് ഞാൻ ആ ജീപ്പും കൊണ്ട് അടിച്ചിട്ടുള്ളത്. 3 ട്രോഫി 2015 മുതൽ 2019 വരെ. പിന്നെ ഞാൻ പഠിച്ചു, ഇതല്ല എൻ്റെ വണ്ടി, ഈ വണ്ടി കൊണ്ട് ഞാൻ കോമ്പറ്റീഷൻ ഓടിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഞാൻ ആ വണ്ടി കൊടുത്തു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഓഫ് റോഡിങ് നിർത്താൻ പ്ലാൻ ചെയ്തു കോമ്പറ്റീഷൻ, കാരണം ഒരുപാട് കാശ് എൻ്റെ കയ്യിൽ നിന്ന് പോയി.
അങ്ങനെ താറ് കൊണ്ട് ഓഫ് റോഡിങ് നിർത്തി ഞാനൊരു ബൊലേറോ വാങ്ങിച്ച് ഇരിക്കുമ്പോഴാണ് 2018 ലോകത്ത് തന്നെ ഏറ്റവും ടഫസ്റ്റ് കോമ്പറ്റീഷനായ റെയിൻ ഫോറസ്റ്റ് ചലഞ്ച് ഇന്ത്യയിൽ 2013 മുതൽ നടക്കുന്നുണ്ട്. അന്ന് മുതൽ 14 മുതൽ മലയാളികൾ പോയി മത്സരിക്കുന്നുണ്ട്. അങ്ങനെ കോട്ടയം ജീപ്പേഴ്സ് എന്ന് പറഞ്ഞ ടീമിൽ എനിക്ക് താറുള്ളപ്പോൾ തന്നെ ഒരു ഇവന്റ് ജയിച്ചപ്പോൾ എനിക്ക് KTM ജീപ്പേഴ്സ് എന്ന് പറഞ്ഞ ക്ലബ്ബിൽ ഒരു എൻട്രൻസ് കിട്ടി. റെയിൻ ഫോറസ്റ്റ് ചലഞ്ച് പോലൊരു മത്സരത്തിൽ ഫിസിക്കൽ ഫിറ്റ്നസ് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മത്സരമാണ്. അപ്പോൾ കോ ഡ്രൈവർ ഫിസിക്കലി ഭയങ്കര ഫിറ്റ് ആയിരിക്കണം. അങ്ങനെ അന്ന് ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ കുറവ് കൊണ്ട് പകുതിക്ക് വെച്ച് എൻ്റെ ഡ്രൈവർ എന്നെ ഇറക്കി വിട്ടു. അങ്ങനെ കോമ്പറ്റീഷനോടുള്ള ഈ ഭയങ്കരമായ പ്രാന്തും ആ ഇറക്കി വിട്ടതിൻ്റെ ഹ്യൂമിലിയേഷനും ഒക്കെ കൂടി ആയപ്പോൾ എനിക്ക് പിന്നെ വാശിയായി കോമ്പറ്റീഷന് തിരിച്ചു വരണം. തിരിച്ചു വന്ന് ബൊലേറോ ഞാൻ വിറ്റു. ഒരു ജീപ്പ് വാങ്ങിച്ചു, ഒരു CJ500, പഴയ CJ500. അതെടുത്ത് അത്യാവശ്യം കസ്റ്റമൈസ് ചെയ്തു. അതിനുശേഷം ഞാൻ പയ്യെ മത്സരങ്ങൾ ഇറങ്ങി തുടങ്ങിയ വണ്ടിയും കൊണ്ട് ആദ്യമായിട്ട് മത്സരിച്ച ഇവന്റിൽ തന്നെ എനിക്ക് പ്രൈസ് അടിച്ചു. പിന്നെ 2019 ആയപ്പോഴത്തേക്കും ഇറങ്ങിയ മത്സരങ്ങളിലൊക്കെ മത്സരിച്ച് ജയിച്ചപ്പോൾ KTM ജീപ്പേഴ്സിൽ തന്നെ എൻ്റെ ഒരു മെമ്പർ, ഒരു ഫ്രണ്ടും, ഷെമി മുസ്തഫ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട് ഓഫ് റോഡിങ്ങിൽ. ആൾ എന്നോട് പറഞ്ഞു, നീ നന്നായിട്ട് ഓടിക്കേണ്ടത്, നിനക്കൊരു വണ്ടി ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് അങ്ങനെ എനിക്കൊരു കോമ്പറ്റീഷൻ സ്പെക്ക് വണ്ടി, റെയിൻ ഫോറസ്റ്റ് ചലഞ്ച് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടി എനിക്ക് പുള്ളി ഉണ്ടാക്കി തന്നു. അങ്ങനെ ഷെമി മുസ്തഫയുടെ ഓണർഷിപ്പിലുള്ള ഗൾഫ് ഫസ്റ്റ് എന്ന് പറഞ്ഞ ഷിപ്പിംഗ് കമ്പനിയുടെ പേരിൽ ഞാൻ ഓഫ് റോഡ് ഓടിക്കാൻ തുടങ്ങി, കോമ്പറ്റീഷൻ ഓടിക്കാൻ തുടങ്ങി. അതിൽ ആദ്യമായിട്ട് ഇറങ്ങിയ മത്സരം തന്നെ ഞാൻ ഫസ്റ്റ് പ്രൈസ് അടിച്ചു. ആദ്യം മൂന്നാറിലൊരു മത്സരം ഇറങ്ങി, എക്സ്ട്രീം കോമ്പറ്റീഷൻ. നോർമൽ ഈ വണ്ടി കൊണ്ടും എൻ്റെ ജീപ്പും കൊണ്ടും ഓടിക്കുന്ന കോമ്പറ്റീഷൻ അല്ല, എക്സ്ട്രീം കോമ്പറ്റീഷൻ. ഏത് ട്രെയിൻ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നാലും അത് നമ്മൾ വണ്ടി കൊണ്ട് കീഴടക്കണം, അങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. അതിൽ ഞങ്ങൾ പ്രൈസ് അടിച്ചു. 2021 റെയിൻ ഫോറസ്റ്റ് ചലഞ്ച് ഓടിച്ചു. ഫസ്റ്റ് റെയിൻ ഫോറസ്റ്റ് ചലഞ്ചിൽ തന്നെ ഒരു മലയാളിയും അങ്ങനെ എത്തിയിട്ടില്ല. ആദ്യമായിട്ട് ഓടിച്ചിട്ട് ഞാനും എൻ്റെ കോ ഡ്രൈവർ രാജീവ് ലാൽ എൻ്റെ ജീപ്പ് വന്നപ്പോൾ മുതൽ എൻ്റെ കൂടെ ഉള്ളതാണ്. അതായത് എൻ്റെ സ്വന്തം ജീപ്പ്, ചെറിയ ജീപ്പ് ഉള്ളപ്പോൾ മുതൽ എൻ്റെ കൂടെ ഉള്ളതാണ്. ഞങ്ങൾ ഒരുമിച്ച് മത്സരിച്ചു, ഞങ്ങൾ തമ്മിൽ നല്ല സിങ്കാണ്. അങ്ങനെ ആദ്യത്തെ കോമ്പറ്റീഷനിൽ തന്നെ ഞങ്ങൾ രണ്ടാളും ടോപ്പ് 3 ആദ്യത്തെ സെക്കൻഡ് റണ്ണറപ്പായി ഞങ്ങളുടെ ആദ്യത്തെ മത്സരത്തിൽ. ടീം കൊളോസസ് എന്ന് പറഞ്ഞൊരു ടീം തന്നെ ഞങ്ങൾക്ക് ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ ജീപ്പിൻ്റെ പേരാണ് കൊളോസസ്. ആ വണ്ടിയുടെ പേരിലുള്ള ടീമാണ് ഞങ്ങൾ. 2024 റെയിൻ ഫോറസ്റ്റ് ചലഞ്ചാണ് ഇന്ത്യയിൽ നിന്നല്ല ലോകത്ത് തന്നെ ഏറ്റവും ടഫസ്റ്റ് മോട്ടോർ സ്പോർട്ട് കോമ്പറ്റീഷനിൽ ഇന്ന് 3ാം സ്ഥാനത്ത് നിൽക്കുന്ന കോമ്പറ്റീഷനാണ്. അങ്ങനെ 2024 റെയിൻ ഫോറസ്റ്റ് ചലഞ്ചിൻ്റെ ചാമ്പ്യൻസാണ് ഞങ്ങൾ. ഇപ്പോൾ ലേഡിയാണെന്ന് വെച്ചിട്ട് ഇതിന് ലിമിറ്റേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല. ആർക്കായാലും ഇത് പോസിബിളാണ്. കാരണം ഇവിടെ ഇപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവർ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. എനിക്ക് ഫസ്റ്റ് ഇതിൻ്റെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു, ബേസിക് ആയിട്ടുള്ള ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ വീട്ടിലിങ്ങനെ ജീപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഓടിക്കാറുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചിട്ടാണ് ഞാൻ അവിടെ ഫാദുഖാൻ്റെ അടുത്ത് എത്തിയത്. ഇവിടെ എത്തിയപ്പം ഫസ്റ്റ് നമുക്ക് തിയറിയും എല്ലാം കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്ന് ഫീൽഡിലോട്ട് വന്ന് അവിടെ നമുക്ക് പ്രാക്ടിക്കലായിട്ടെല്ലാം ചെയ്ത് തന്ന്. അപ്പോൾ അങ്ങനെ ഇത്രയും കാലമായിട്ടുള്ള ഓഫ് റോഡ് എക്സ്പീരിയൻസ് വെച്ചിട്ടും പിന്നെ ഓഫ് റോഡേഴ്സ് ഇന്ന് ഒരുപാട് ഇമ്പോർട്ടൻസ് നമ്മുടെ സമൂഹത്തിൽ വഹിക്കുന്നുണ്ട്. അതായത് വയനാട്ടിൽ നടന്ന വലിയൊരു ലാൻഡ് സ്ലൈഡൊക്കെ നടന്നല്ലോ. അതുപോലെ 2018 2013 നടന്ന ഫ്ലഡിലൊക്കെ ഞങ്ങൾ ഒരുപാട് ഞങ്ങളുടെ വണ്ടികൾ എടുത്ത ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ ടീമിൻ്റെ സപ്പോർട്ടോടുകൂടി, ഇത് ടീം കൊളോസസും കൂടിയിട്ടാണ് ഈ അക്കാഡമി ഉള്ളത്. ഒരു അക്കാഡമി തുടങ്ങി. ഞങ്ങളുടെ സ്വന്തം ഫാമിലി പ്രോപ്പർട്ടിയാണ്. അതിൽ ഞാൻ എൻ്റെ വണ്ടി കൊണ്ട് ടെസ്റ്റ് ചെയ്ത് വണ്ടി കൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന ട്രാക്കാണിത്. അപ്പം ഒരു 2 ബാച്ച് കഴിഞ്ഞു. ഇതല്ലാതെ ഞാൻ വേറെയും കുറച്ച് ട്രാക്കുകൾ എൻ്റെ സ്വന്തമായിട്ടുള്ള സ്ഥലത്തൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇവിടെ ഇട്ടിട്ട് ഇവിടെ ട്രയൽ നടത്തിയതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകും. ഓഫ് റോഡിങ് പഠിക്കാൻ താല്പര്യമുള്ള എല്ലാ മലയാളികൾ മാത്രമല്ല, ഇന്ന് വന്നതിലും ബാംഗ്ലൂരിൽ നിന്ന് 2 പേരുണ്ട്. അപ്പോൾ എല്ലാവരെയും നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഓഫ് റോഡിങ്ങിൻ്റെ ബേസിക്സ് എല്ലാം നമ്മൾ തന്നെ ഒരു വണ്ടി കൊടുത്ത് അവരതിൽ ഓടിച്ച് പഠിപ്പിക്കും. ഓഫ് റോഡിൻ്റെ മർമ്മം അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ ഏത് ട്രാക്കും കീഴടക്കാമെന്നാണ് ഡോക്ടർ ഫഹദിൻ്റെ ജീവിതം സാക്ഷ്യപ്പെടുത്തുന്നത്. ക്യാമറാമാൻ അബിദ് കല്ലായിക്കൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം.